പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ന്യൂ മോഡൽ ഡെസ്ക് ജെറ്റ് പ്രിൻ്ററായ കനോൺ പിക്സിമ MG2570S എന്ന പ്രിൻ്ററിൻ്റെ കാർട്രിഡ്ജ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മഷി കഴിഞ്ഞ് ഒരിക്കലും ഈ മോഡൽ പ്രിൻ്ററിലെ കാർട്രിഡ്ജ് റീഫില്ല് ചെയ്യാൻ പാടില്ല. അതെന്തിനാണ്, നിങ്ങൾ മഷി കഴിഞ്ഞാൽ കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യുക മാത്രമേ ഓപ്ഷനുള്ളൂ. റീഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മോഡൽ പ്രിൻ്ററിന് PG745 CL746 സീരീസും കാർട്രിഡ്ജാണ് ഉപയോഗിക്കേണ്ടത്. അത് വേറെ സീരീസ് കാർട്രിഡ്ജ് ഉപയോഗിക്കാനൊന്നും പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ക്യാഷ് പോകും മാത്രമല്ല ഇതിൽ ഡിറ്റക്റ്റ് ആവുന്നതല്ല. കാർട്രിഡ്ജ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 3 സീരീസ് കാർട്രിഡ്ജാണ് വരുന്നത്. സ്മാള്, അതേപോലെ സ്റ്റാൻഡേർഡ്, എക്സൽ. ഇതിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഇങ്ക് കപ്പാസിറ്റിയുടെ വ്യത്യാസമാണ്. നമുക്ക് കൂടുതൽ പേജസ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സൽ കാർട്രിഡ്ജാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കാർട്രിഡ്ജ് മാറ്റാൻ വേണ്ടി നമ്മളിവിടെയാണ് കാർട്രിഡ്ജിൻ്റെ ഡോറ് വരുന്നത്. ആ ഡോർ ഓപ്പൺ ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആ ഒരു കാരേജ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്ത് ലെഫ്റ്റിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ കാർട്രിഡ്ജ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അതും വർക്കിംഗ് ഓൺ കണ്ടീഷൻ തന്നെ ആവണം. 2 ടൈപ്പ് കാർട്രിഡ്ജാണ് വരുന്നത്. കളറിനൊരു കാർട്രിഡ്ജും ബ്ലാക്കിനൊരു കാർട്രിഡ്ജുമാണ് വരുന്നത്. അപ്പോൾ ആദ്യം ബ്ലാക്കാണ് മാറ്റുന്നതെങ്കിൽ ബ്ലാക്കിൻ്റെ കാർട്രിഡ്ജ് ഓപ്പൺ ചെയ്യുക, ബോക്സ് ഓപ്പൺ ചെയ്ത് അവിടെ ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അതിനുശേഷം കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് കറക്റ്റാക്കിയിട്ട് ആദ്യം കാർട്രിഡ്ജ് സ്ലോട്ടിലോട്ട് കറക്റ്റാക്കി ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം, മുകൾ ഭാഗം പിടിച്ചാണ്ട്. ഒരു ലോക്ക് ആവാനുണ്ട്. അത് വീഡിയോയിൽ കണ്ടില്ലേ, അതേപോലെ ലോക്കായിരിക്കണം, എങ്കിൽ മാത്രമേ അത് ഡിറ്റക്റ്റ് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് കളർ കാർട്രിഡ്ജാണ് വരുന്നത്. അപ്പോൾ അത് ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിൽ കാണുന്ന ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാതെ ഒരിക്കലും അതിൽ ആ സ്ലോട്ടിലോട്ട് ഇടരുത്. അപ്പോൾ നമ്മൾ കാർട്രിഡ്ജ് ഡിറ്റക്റ്റ് ആവാത്ത പ്രശ്നം അല്ലെങ്കിൽ കളർ പ്രിൻറ്റ് വരാത്ത പ്രശ്നം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബ്ലാക്ക് ഇൻസേർട്ട് ചെയ്ത് അതേപോലെ തന്നെ കളറും അതിൻ്റേതായ കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് മാത്രം ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആ പ്രസ് ചെയ്യണം, ആ കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. കുറച്ച് നേരത്തെ ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഉണ്ടല്ലേ, പവർ ബട്ടൺ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റഡി ആവും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ ഓറഞ്ച് ലൈറ്റ് വാണിംഗ് മെസ്സേജ് ഓൺ ആവുന്നതാണ്, അല്ലെങ്കിൽ അത് സ്റ്റഡി ആയി നിൽക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള, മഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യുക തന്നെ വേണം. റീഫില്ല് ചെയ്യാൻ പാടില്ല, അത് ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം നമ്മൾ ചെയ്തതെല്ലാം വർക്കിംഗ് കംപ്ലീറ്റഡ് ആണ്, പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.